നമസ്കാരം. നമ്മളെ ഇന്നെടുക്കാൻ പോണത് നമ്മുടെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ പാർട്ടിയിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ചീട്ടിന്റെ ചോദ്യം. ചീട്ടില്ലേ മക്കളെ, പ്ലേയിങ് കാർഡ്, അതിന്റെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ. പ്ലേയിങ് കാർഡ്സിന്റെ ചോദ്യം, ചീട്ടിന്റെ ചോദ്യം. നമുക്കറിയാം ഒരു പെട്ടി ചീട്ടില് 52 കാർഡാണ് ഉണ്ടാവും. 52 കാർഡ്. അതില് 4 സ്യൂട്ടുകൾ ഉണ്ടാവും. സ്യൂട്ട് 4 പറയാ 4 വ്യത്യസ്തമായുള്ള കാർഡുകൾ ഉണ്ടാവും നമ്മൾ പറയാം. സ്യൂട്ട് എന്നാണ് ഇംഗ്ലീഷ് പറയാട്ടാ. അതിൽ ഒന്നാമത്തെ സ്യൂട്ട് സ്പെയ്ഡ്, ഇതേ ഷേപ്പിലായിരിക്കും കാണാം. അത് ബ്ലാക്ക് കളർ ആയിരിക്കും. പിന്നെ ഒരു ക്ലബ്, നമ്മൾ ക്ലാവർ എന്നൊക്കെ പറയാം. നമ്മൾ സ്പെയ്ഡ് എന്നൊക്കെ പറയാം പക്ഷെ ശരിക്കും സ്പെയ്ഡ് ആണ്. ഇതിന് നമ്മൾ ക്ലാവർ എന്ന് പറയും, പൂക്കാവടി എന്നൊക്കെ പറയും. ശരിക്കും ഇതിന്റെ പേര് ക്ലബ് എന്നാണ് കേട്ടാ. പിന്നെ ഹാർട്സ്, ചോപ്പാണ് കേട്ടാ, ചോപ്പ്. പിന്നെ നമ്മൾ ആദ്യം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാം. പിന്നെ അത് ഡയമണ്ട്, ഓക്കെ അല്ലെ, ഡയമണ്ട്. അപ്പോ ഇത് രണ്ടും ചോപ്പ് കളറാണ്. ഞാൻ നീലയിൽ വരച്ചുകൊള്ളൂ, ശരിക്കും ചോപ്പ് കളറാണ്. ഇത് രണ്ടും ചോപ്പ്, ഇത് രണ്ടും കറുപ്പ്. അപ്പൊ ഓരോന്നിലും 13 ഉണ്ട്. അപ്പൊ 13 ഇത് 13, ഇത് 13, ഇത് 13. അപ്പൊ ടോട്ടൽ 13 4 എന്ന് പറഞ്ഞാൽ 52 കാർഡ് ടോട്ടൽ ഉണ്ടാവും. സംശയമില്ല. ഞാൻ തുടങ്ങാ 2 തൊട്ടാണ് തുടങ്ങാം. ഒന്നില്ല, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ഉള്ളത് ജാക്ക്, ജെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കിങ്, കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു ഏസ് ഉണ്ടാവും, നമ്മൾ ആസാസ് എന്നൊക്കെ പറയും. ഈ ജാക്ക്, ക്യൂൻ, കിങ്ങിനെ അവർ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. ഫേസ് കാർഡ്. അപ്പൊ ഫേസ് കാർഡ് ഈ ക്ലബിലുണ്ടാവും, ഹാർട്ടിലുണ്ടാവും, ഡയമണ്ടിലും ഉണ്ടാവും. ഈ സാധനം എല്ലാത്തിലും ഉണ്ടാവും. ഓക്കെ അല്ലെ. അപ്പൊ ഓരോന്നിലും 13 ഉണ്ടാവും. ഈ കാർഡുകൾ ഉണ്ടാവും. അപ്പൊ 4 ഏസ് ഉണ്ടാവും, 4 കിങ് ഉണ്ടാവും. പിന്നെ ഫേസ് കാർഡ് 12 ഉണ്ടാവും. ഓക്കെ മക്കളെ, ഇതാണ് നമ്മുടെ കഥ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രോം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്? അതായത് 52 കാർഡിൽ നിന്ന് 4 കാർഡ് നമുക്ക് എത്ര രീതിയിൽ എടുക്കാമെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. ടോട്ടൽ വേസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 52 കാർഡ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് 4 കാർഡ് എടുക്കണം. അപ്പൊ 52 C4, ഇത്രയുള്ള പരിപാടി. 52 4 എടുക്കാൻ പറഞ്ഞാൽ 52 C4. ഓക്കെ അല്ലെ, ഇത്രയുള്ള പരിപാടി. ഇത് കാൽക്കുലേറ്റർ ഇട്ടെടുക്കുക. 52 C4 പെട്ടായിട്ട് ഉത്തരം കിട്ടും. സ്റ്റേജ് പെട്ടെന്നോട്ടാ. മറ്റൊരുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മുടെ NCRന്റെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. NCR n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ n മൈനസ് r ഫാക്ടോറിയൽ നമ്മൾ എഴുതിയിട്ട് ചെയ്യേണ്ടി വരും കേട്ടാ. CBC-കാരാണ്. ഓക്കെ അല്ലെ, അത് കഥ കഴിഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ്, ശരി, 7ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോണേ. നമ്മള് ഇതിൽ നിന്ന് 4 കാർഡ് എടുക്കുന്നുണ്ട്. 52 കാർഡ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കാണാത്ത രീതിയിൽ. അതിൽ നിന്ന് നമ്മൾ 4 കാർഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയാണ്, എന്താ പറയണേ, 4ഉം സെയിം സ്യൂട്ട് ആണല്ലോ എന്ന് പറയാണ്. ഇത് എത്ര രീതിയിൽ കിട്ടുമെന്നാണ് ചോദ്യം. 4ഉം സെയിം സ്യൂട്ട് ആണല്ലോ എന്നാണ് നമ്മൾ പറയണത്. അപ്പൊ 4ഉം സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 52 ചീട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം 4 ചീട്ട് ഞാൻ എടുത്തു. ഞാനിങ്ങനെ നോക്കി, അത് നിങ്ങളെ കാണിക്കാണ്ട് ഞാൻ പറയാണ് 4ഉം സെയിം സ്യൂട്ട് ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കൂടെ മക്കളെ എന്താ പോവാ മക്കളെ? എനിക്ക് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 4 എണ്ണം എനിക്ക് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അപ്പോ ഒരാളെ മനസ്സിൽ പോയിട്ടുണ്ടാവുക, ചിലപ്പോ എനിക്ക് കിട്ടിയത് 4ഉം സ്പീഡാന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലെ, തെറ്റി പറയാൻ പറ്റില്ല. വേറൊരാളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എനിക്ക് കിട്ടിയത് 4ഉം ക്ലബാണ് തോന്നിയിട്ടുണ്ടാവും അല്ലെ, പൂക്കാവടിയാന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലെ. ഇനി ചിലർ തോന്നിയിട്ടുണ്ടാവും 4ഉം ഹാർട്ട് കിട്ടി തോന്നിയിട്ടുണ്ടാവും. ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും 4ഉം ഡയമണ്ട് കിട്ടി തോന്നിയിട്ടുണ്ടാവും. ഈ 4 കൂട്ടര് പറയണതും അല്ലെങ്കിൽ വിചാരിക്കേണ്ടതും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് 4ഉം സെയിം സ്യൂട്ട് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോ ചിന്തിക്കുന്നവന് ഈ 4 രീതിയിൽ ചിന്തിക്കാം. അതായത് ഞാൻ നോക്കിക്കോട്ടെ മക്കളെ, ടോട്ടൽ വേസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ടോട്ടൽ വേസ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചോ. അതായത് ഈ പറയാൻ നോക്കിക്കോട്ടെ മക്കളെ, ഒരു വെറുതെ ഒരു പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോണത്. ഈ ഓറ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യണം, ആൻഡ് വന്നാൽ ഗുണിക്കണം. ഓക്കെ അല്ലെ, ഓറ്. നമ്മൾ ഈ ആൻഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ പിന്നെ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ ആൻഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. അപ്പൊ കഥകളൊക്കെ ഓക്കെ. ഞാൻ 4 കാർഡ് എടുത്തിട്ടുണ്ട്. 4 കാർഡ് എടുത്ത് സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ 4 കാർഡ് എന്തൊക്കെ ആവാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാന്ന് പറഞ്ഞു. 4 വ്യത്യസ്തമായ രീതിയിൽ ആവാൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാനത് പറയാൻ പോവാണ്. 4ഉം എന്താവാം? 4ഉം സ്പെയ്ഡ് ആവാം അല്ലെ.
4 സ്പെയ്ഡ് ആവാം, അല്ലെങ്കിൽ 4 ക്ലബ് ആവാം, അല്ലെങ്കിൽ 4 ഹാർട്ട് ആവാം, അല്ലെങ്കിൽ 4 ഡയമണ്ട് ആവാം. ഈ 4 ഓപ്ഷൻ അല്ലേ മക്കളുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ വന്നാൽ ഓർ. ഇത് നമ്മൾ നോക്കാം മക്കളെ, ടോട്ടൽ എത്ര സ്പെയ്ഡ് ഉണ്ട് നോക്കാം. 13 ക്ലബ് എത്ര ഉണ്ട്? 13 ഹാർട്ട് എത്ര ഉണ്ട്? 13 ഡയമണ്ട് എത്ര ഉണ്ട്? 13 അപ്പൊ നോക്കിക്കോ മക്കളെ, 13 സ്പെയ്ഡിൽ നിന്ന് 4 സ്പെയ്ഡ് നമുക്ക് എത്ര രീതിയിൽ എടുക്കാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ എന്റെ ഒബ്ജക്റ്റിൽ നിന്ന് 6 ഒബ്ജക്ട്സ് എത്ര രീതിയിൽ എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ NCR ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്തോരും മക്കളെ? 13C4. ഓർ വന്നാൽ നമ്മൾ പറഞ്ഞിട്ട് പ്ലസ് ചെയ്യാൻ ഇൻറ്റു പ്ലസ് 13C4 പ്ലസ് 13C4 പ്ലസ് 13C4 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരേ. ഇതിന് വേണമെങ്കിൽ ഇതെല്ലാം സെയിം അല്ലേ? 4 ഇൻറ്റു 13C4 ഏതാ? കാൽക്കുലേറ്റർ അടിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ അല്ല? അപ്പൊ അത് കിട്ടി നമുക്ക്. ഇനി നമ്മുടെ ബിയാമത്തെ ചോദ്യം ചോദിക്കാനായിട്ടാ, ടോട്ടൽ വേസ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണ. ബിയാമത്തെ ചോദ്യം പറയാനുള്ളത്, 4 കാർഡ്സ് ബിലോട്ട് 4 ഡിഫറൻറ്റ് സ്യൂട്ട്. 4 കാർഡും ഡിഫറൻറ്റ് സ്യൂട്ടാണ് കിട്ടണമെങ്കിൽ എത്ര രീതിയിൽ കിട്ടുന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ കഥയിലേക്ക് കിടക്കാണ്. 52 ചീട്ടുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം 4 കാർഡ് ഇങ്ങനെ എടുത്തു, നിങ്ങളെ കാണിക്കാൻ എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയാണ്, 4 ഡിഫറെന്റ് സ്യൂട്ടാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വെറുതെ പറയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് പോയിട്ടുണ്ടാവും മക്കളെ? ഞാൻ എന്താ പറഞ്ഞേ? 4 ഡിഫറെന്റ് സ്യൂട്ടാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് പോയിട്ടുണ്ടാവും? ഒരെണ്ണം സ്പെയ്ഡ് കിട്ടിയിട്ടുണ്ടാവും, അതിൽ ഒരെണ്ണം ക്ലബ് ആയിരിക്കും, പിന്നെ ഒരെണ്ണം ഹാർട്ടാവും, പിന്നെ ഒരെണ്ണം ഡയമണ്ട് ആവും. അല്ലേ മക്കളെ? 4 ഡിഫറെന്റ് സ്യൂട്ട് ആവണമെങ്കിൽ ഇതെല്ലാം ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് നോക്കിക്കോ, ഒരു സ്പെയ്ഡ്, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആൻഡ്, ഒരു പൂക്കാവടി, പിന്നെ ഒരു ഹാർട്ട്, പിന്നെ ഒരു ഡയമണ്ട്. സംശയമില്ല മക്കളെ? അതായത് ഒരു സ്പെയ്ഡ് ആൻഡ് പിന്നെ ഒരു പൂക്കാവടി, പിന്നെ ഒരു ഹാർട്ട്, പിന്നെ ഒരു ഡയമണ്ട്. ഈ പിന്നെ വന്ന കാരണം നമുക്ക് ആൻഡ് കിട്ടൂ. അപ്പൊ ഇനി നോക്കാം മക്കളെ, എത്ര സ്പെയ്ഡ് ഉണ്ട്? 13 സ്പെയ്ഡ് ഉണ്ട്. എത്ര ക്ലബ് ഉണ്ട്? 13 ഉണ്ട്. എത്ര ഹാർട്ട് ഉണ്ട്? 13 ഉണ്ട്. എത്ര ഡയമണ്ട് ഉണ്ട്? 13 ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. 13 സ്പെയ്ഡിൽ നിന്ന് ഒരു സ്പെയ്ഡ് എത്ര ഇതിൽ കിട്ടും? 13C1. ആൻഡ് വന്നാൽ ഇൻറ്റു, ഇത് 13C1 തന്നെ, ഇൻറ്റു 13C1 തന്നെ, ഇൻറ്റു 13C1 തന്നെ. ഇതൊക്കെ 13C1 അല്ലേ മക്കളെ? ഇൻറ്റു അല്ലേ? 13C1 4 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ ഉത്തരം കിട്ടും. സിമ്പിൾ പരിപാടി. പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ആൻഡ് ആണ് ആലോചിക്കേണ്ടത് കേട്ടാ, ഇൻറ്റു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം മക്കളെ. സിയാമത്തെ ചോദ്യമാണ്. നമ്മൾ 4 കാർഡ് എടുക്കുന്നുണ്ട്. 4 കാർഡ് എടുക്കണേൽ 2 റെഡ് 2 ബ്ലാക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ വരും മക്കളെ? ഇതാ സിമ്പിൾ പരിപാടി അല്ലേ? ടോട്ടൽ വേസ് നോക്കിക്കോട്ടാ. 2 ബ്ലാക്ക്, പിന്നെ അപ്പൊ പിന്നെ പറഞ്ഞാൽ 2 ഏത്? റെഡ്. 2 ബ്ലാക്ക് 2 റെഡ് എന്നാണ് പറഞ്ഞത്. അപ്പോ ബ്ലാക്ക് എത്ര ഉണ്ട് മക്കളെ? നമ്മുടെ 26 ഉണ്ട്. റെഡ് എത്ര ഉണ്ട്? 26 ഉണ്ട്. അപ്പൊ എന്തൊരു മക്കളെ? 2 എണ്ണം വേണ്ടേ? 26C2 ആൻഡ് വന്നാൽ ഇൻറ്റു 26C2. അതായത് 26C2 ഹോൾ സ്ക്വയർ വരും. കാൽക്കുലേറ്റർ ഉത്തരം കണ്ടുപിടിക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഇത്ര ഉള്ളത് നമ്മുടെ കഥ. ഓക്കെ അല്ലെ? അപ്പൊ ഓർ വന്ന കൂട്ടുക, ആൻഡ് വന്ന ഗുണിക്കുക. സീനിലുള്ള മക്കളെ. ഓക്കെ അല്ലെ? അപ്പൊ ബൈട്ടാ.